ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുക്കറിൽ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. വറുത്തരച്ച എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ലേശം കുമ്പളങ്ങ. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതിന് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വൃത്തിയായി കഴുകിയിട്ട് കടലപ്പരിപ്പ് വേവാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ വാരിയിട്ട് കൊടുക്കാം. മത്തനും കുമ്പളങ്ങ, ലേശം സവാള, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചെടുത്താൽ മതിയാവും. വെയിറ്റൊന്നും ഇട്ട് കൊടുക്കണ്ട, വേവട്ടെ. ഒരു പാൻ ചൂടാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു, ലേശം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി, കപ്പൽ മുളക്, ലേശം ചെറിയ ജീരകം, ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പില, ഒരു മുറി തേങ്ങ ചിരവിയത്, ഇതാട്ടോ ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് കൊട്ടിക്കൊടുക്കാം. നമ്മുടെ എരിശ്ശേരി ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. ഒന്നുകൂടി വെള്ളം വറ്റിക്കോട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു തോരൻ റെഡിയാക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തു, ലേശം കടുക് ഇട്ട് കൊടുത്തു, സവാള ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു പീസ് കാബേജ്, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കളർഫുള്ളായ ഒരു തോരനാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ 3 എണ്ണം കൂടി ചേർത്തെടുത്തത്. ലേശം അത് വേവാനായിട്ടുള്ള ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പക്ഷേ ഇത്തിരി നന്നായിട്ടൊന്ന് വെന്തോട്ടെ എന്നുള്ള ബേസിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട്.